ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ ഉപ്പുമാവാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, റവ കൊണ്ടുണ്ടാക്കുന്ന അടിപൊളി ഉപ്പുമാവ്. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1/4 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണ നല്ല തിളച്ചത് കൊണ്ട് ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ കടുക് പൊട്ടി വരും. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് 2ആയി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. പച്ചമുളക് ഒരു 30 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് നമുക്ക് സവാളയൊന്നും അധികം വേവേണ്ട ആവശ്യമില്ല. ഇതിപ്പോ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഉപ്പുമാവിന്റെ പരുവത്തിന് വെന്ത് കിട്ടും. ഇതിപ്പോ 2 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ അണ്ടിപ്പരിപ്പ് ഞാൻ ആദ്യം ചേർക്കാത്തത്, ഇത്രയും സമയം നമ്മൾ ഇത് ഇളക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. ഈ അണ്ടിപ്പരിപ്പ് നിർബന്ധമല്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ഞാനൊരു 2 മിനിറ്റോളം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. സവാളയും ക്യാരറ്റും എല്ലാം നല്ല പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കിലോ റവയുടെ ഉപ്പുമാവാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ചേരുവകളാണ് പറഞ്ഞത്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് വെള്ളം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വെള്ളം ഒന്നുകൂടി നല്ല പോലെ ഇളക്കി കൊടുക്കാം. 1/2 കിലോ റവയുടെ ഉപ്പുമാവിന് ഈ 2 ടീസ്പൂൺ ഉപ്പ് മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മതിയാവും. വെള്ളം നല്ലപോലെ തിളച്ചു വരും. ഇതിപ്പോ 5 മിനിറ്റ് ആയി. വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് 1/2 കിലോ റവയാണ് കേട്ടോ. അപ്പോൾ റവ ചേർക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഉപ്പുമാവ് നല്ല പരുവത്തിൽ കിട്ടുകയുള്ളൂ. ഇതുപോലെ കുറേശ്ശെ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി. റവ ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. റവയെല്ലാം ഇട്ട് തീർന്നാൽ പിന്നെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ റവയെല്ലാം ഇട്ട് തീർന്നിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഇളക്കുന്നതിനനുസരിച്ച് കട്ടയെല്ലാം ഉടഞ്ഞു വരും കേട്ടോ. ഇതിലെ ഈർപ്പമെല്ലാം വറ്റി ഉപ്പുമാവ് നല്ല ഡ്രൈ ആയി വരും. ഉപ്പുമാവ് ഡ്രൈ ആവേണ്ട, ചെറിയ നനവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളത്തിന്റെ അളവ് ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. 1 കപ്പ് വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോ 5 മിനിറ്റ് ആയി. കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, ഉപ്പുമാവ് എത്ര സൂപ്പറായാ വന്നിരിക്കുന്നത് നോക്കൂ. കട്ടയൊന്നുമില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കണം കേട്ടോ. അടിപൊളിയായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര കഴിച്ചാലും മതി വരില്ല, അത്ര ടേസ്റ്റാണ് ഈ ഉപ്പുമാവിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉപ്പുമാവ് ഇഷ്ടമായാൽ ഈ ഉപ്പുമാവിന് ഒരു ലൈക്ക് തരണേ.
നിങ്ങളും ഇതുപോലെ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണേ. അപ്പോൾ പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.